അപ്പോൾ സർക്കിൾസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർക്കിൾസിൽ എക്സസൈസ് 10.5 ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ 10.5ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഇൻ ഫിഗർ എ ബി സി ആർ 3 പോയിന്റ്സ് ഓൺ എ സർക്കിൾ വിത്ത് സെന്റർ O. അപ്പോൾ എ ബി സി എന്നുള്ള 3 പോയിന്റ് ആണ്. സച്ച് ദാറ്റ് അതിലെ ബി ഒ സി ആംഗിൾ ബി ഒ സി എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 60 ഡിഗ്രി. ഇത്രയാണ് നമുക്ക് ഗിവൺ. പിന്നെ എന്താ പറയുന്നത്, അതായത് ഡി ഈസ് എ പോയിന്റ് ഓൺ ദ സർക്കിൾ അതർ ദാൻ ആർക്ക് എ ബി സി ഒഴിവായിട്ട് വേറൊരു പോയിന്റ് ആണ് ഡി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ഡി സി കാണാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു തിയറം പഠിച്ചിട്ടുണ്ട്. എന്താണ് തിയറം? ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇറ്റ് എനി പോയിന്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ ആണ്. അപ്പോൾ ഇവിടെ ഏതൊരു പാർട്ടിൽ വന്നാലും ഈ സെന്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇതിന്റെ ഡബിൾ ആയിരിക്കും. അതിപ്പോ ഈ പോയിന്റ് ഇവിടെയാണെങ്കിൽ എവിടെയാണെങ്കിലും അപ്പൊ റിമൈനിങ് പാർട്ടിൽ എവിടെ വരുന്ന ആംഗിളും നമുക്ക് എന്തായിരിക്കും, ഈ ആംഗിൾ എന്ന് പറയുന്നത് അതിന്റെ ഡബിൾ ആയിരിക്കും. അതായത് ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് ഡബിൾ, അതായത് 2 ടൈംസ് ആംഗിൾ എ ഡി സി ആണ്. ആംഗിൾ എ ഒ സി ഈക്വൽ ടു 2 ടൈംസ് ആംഗിൾ എ ഡി സി ആണ്. അവിടെ നമ്മൾ റീസൺ എഴുതാം. ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർ അറ്റ് ദ സെന്റർ is double the angle subtended by it at angle subtended by it at any point on the remaining part of the circle. അങ്ങനെ എഴുതിയിട്ട് നമ്മൾ ഇത് എഴുതി. ഇതിൽ നമുക്ക് അത്രയും സ്റ്റെപ്പ് ഉള്ളൂ. അപ്പൊ എന്തായാലും എന്തുകൊണ്ടാണ് അത് ഈക്വൽ ആയത്, അതായത് എ ഒ സി 2 ടൈംസ് ആംഗിൾ എ ഡി സി എന്നുള്ളത് അതിന്റെ റീസൺ അവിടെ എഴുതണം. ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ ആർക്ക് അറ്റ് ദ സെന്റർ ഈസ് ഡബിൾ ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ഇറ്റ് അറ്റ് എനി പോയിന്റ് ഓൺ ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ സർക്കിൾ. അപ്പൊ ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് എന്താണ്? അവിടെ ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടിന്റെ സമ്മ, അതായത് 60 പ്ലസ് 30 ആണ്. ബി ഒ സി പ്ലസ് എ ഒ ബി ആണ്. ആംഗിൾ എ ഒ ബി പ്ലസ് ബി ഒ സി ആണ് എന്ത്, എ ഒ സി. അപ്പോൾ അവിടെ നമുക്ക് എ ഒ സി എന്നുള്ളത് 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്താണ് കാണേണ്ടത്? ആംഗിൾ എ ഡി സി ആണ്. ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഓഫ് ആംഗിൾ, അതായത് ഈ 2 ഇപ്പുറത്ത് വരുമ്പോൾ ഹാഫ് ഓഫ് ആംഗിൾ എ ഒ സി. എ ഒ സി എത്രയാണ്? 90. അപ്പൊ 90/2 is equal to 45. അപ്പോൾ ആംഗിൾ എ ഡി സി എന്ന് പറയുന്നത് 45. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. എ കോഡ് ഓഫ് എ സർക്കിൾ ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ ഒരു സർക്കിളിന്റെ കോഡ് എന്ന് പറയുന്നത് റേഡിയസിന് ഈക്വൽ ആണ്. ഫൈൻഡ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ മൈനർ ആർക്ക്. നമ്മൾ മൈനർ ആർക്കും മേജർ ആർക്ക് എന്താണെന്നുള്ളത് നോക്കിയതാണ്. അപ്പൊ മൈനർ ആർക്ക് ആൻഡ് ഓൾസോ എ പോയിന്റ് ഓൺ ദ മേജർ ആർക്ക്, അതിലുള്ള ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഒരു സർക്കിൾ, ഈ സർക്കിളിൽ ഇതൊരു കോഡ് എ ബി. ഈ കോഡ് ഏതിന് ഈക്വൽ എന്നാണ് തന്നിട്ടുള്ളത്? റേഡിയസിന് ഈക്വൽ ആണ്. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെന്ററിന് ഇങ്ങനെ വരയുന്ന ഇത്. അപ്പൊ ഈ കോഡ്, അതായത് എ ബി എന്ന് പറയുന്നത് സെന്റർ, സർക്കിളിന്റെ സെന്റർ ഒ ആണെങ്കിൽ അവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഈ റേഡിയസ്, അതായത് ഒ എ ഒ ബി എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ആ റേഡിയസ് ഈ കോഡിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എ ഒ ബി എന്നുള്ളത് ആ ഒരു ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആയിരിക്കും? ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയിരിക്കും. കാരണം ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു എ ബി ആണ്. അപ്പൊ ആദ്യം നമ്മൾ എഴുതുന്നത് അതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ് അറ്റ് എ പോയിന്റ് ഓൺ ദ മൈനർ ആർക്ക്. മൈനർ ആർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു സർക്കിൾ, അതിൽ ഇങ്ങനെ ഒരു കോഡ്, ഇത് മൈനർ ആർക്ക്, ഇത് മേജർ ആർക്ക്. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ മൈനർ ആർക്കിലുള്ള ആംഗിൾ വേണം. അവിടെ നമ്മൾ സി എന്ന് കൊടുക്കുന്നു. അതുപോലെ നമുക്ക് എന്ത് വേണം? മേജർ ആർക്കിലുള്ള ഈ പോയിന്റ് ഇങ്ങനെ വരിക. മേജർ ആർക്കിലുള്ള ആംഗിളും വേണം. അതായത് ഈ ആംഗിളും കണ്ടുപിടിക്കണം, ഈ ആംഗിളും കണ്ടുപിടിക്കണം. ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത്. ഗിവൺ എന്താണ്? എ ബി ഈക്വൽ ടു ഒ എ ഈക്വൽ ടു ഒ ബി ആണ്. അതായത് കോഡ് എ ബി ഈസ് ഈക്വൽ ടു റേഡിയസ് ആണ്.
റേഡിയസ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാതെ റേഡിയസിന് ഈക്വൽ ആയതുകൊണ്ട് അതായത് എ ബി ഈക്വൽ ടു ഒ എ ഈക്വൽ ടു ഒ ബി ആണ്. എ ബി ഈക്വൽ ടു ഒ എ ഈക്വൽ ടു ഒ ബി ആയപ്പോൾ അതെന്തായി എ ഒ ബി ട്രയാങ്കിൾ എ ഒ ബി ഈസ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ. ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആയി. ഈക്വലേറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? എല്ലാ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് ഉണ്ട്. അപ്പോൾ 180/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ എങ്ങനെ പറയാം? ഈക്വലേറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് therefore ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 60 ഡിഗ്രി. ഈക്വലേറ്റർ ട്രയാങ്കിൾ. അപ്പോൾ ഈ ആംഗിൾ ഏത് ആംഗിളാണ്? സെൻട്രലിലുള്ള ആംഗിളാണ്. ഇവിടെയോ? ഇവിടെ എനി പോയിന്റ് ഓൺ ദ റിമൈനിങ് പാർട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്താ? ഇതിന്റെ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ. നമ്മൾ നേരത്തെ ചെയ്തു അല്ലെ? ഇത് 60. നമുക്ക് ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അടുത്തത് നമ്മൾ എന്ത് പറയണം? ആംഗിൾ എ ഡി ബി ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ എ ഒ ബി. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് റീസൺ എഴുതാം. The angle subtended by the arc at the center is double the angle subtended by it at any point on the remaining part of the circle ആണ്. അപ്പോൾ എ ഡി ബി ഈക്വൽ ടു ഹാഫ് ഓഫ് എ ഒ ബി നമുക്ക് എന്ത് കിട്ടി? 60/2 ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടി. ഇനി ഈ എ ബി സി ഡി എന്നുള്ള ഒരു കോർഡിലേറ്റർ നോക്കുകയാണെങ്കിൽ അത് എങ്ങനെയുള്ള കോർഡിലേറ്റർ ആണ്? സൈക്ലിക് കോർഡിലേറ്റർ ആണ്. എ ബി സി ഡി ഈസ് എ സൈക്ലിക് കോർഡിലേറ്റർ. സൈക്ലിക് കോർഡിലേറ്ററിന്റെ പ്രത്യേകത എന്താ? നമ്മൾ അതും തിയറം പഠിച്ചതാണ്. എന്താണ് പ്രത്യേകത? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ആംഗിൾ എ, ഇത് ഓപ്പോസിറ്റ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി 180 ഡിഗ്രി ആയിരിക്കും. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സി ആണ്. അപ്പൊ ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. എ ബി സി ഡി ഇസ് എ സൈക്ലിക് കോർഡിലേറ്റർ ആവുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ is 180 ഡിഗ്രി. എന്നിട്ട് നമ്മൾ എന്ത് എഴുതുക? അതായത് ആംഗിൾ അതേപോലെ തന്നെ പറയാം. ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ എ സി ഡി ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതുക. ആംഗിൾ എ സി ബി പ്ലസ് ആംഗിൾ എ സി ഡി ഈക്വൽ ടു 180. അപ്പൊ എ സി ഡി എത്രയാണ്? നമുക്കറിയാം 30 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ആംഗിൾ എ സി ബി ഈക്വൽ ടു 180 മൈനസ് 30. 180 മൈനസ് 30 എന്ന് പറയുന്നത് 150. അപ്പൊ അതാണ് നമുക്ക് കിട്ടേണ്ടത്. മൈനർ ആർക്കിലുള്ള ആംഗിളും മേജർ ആർക്കിലുള്ള ആംഗിളും. മൈനർ ആർക്കിലുള്ള ആംഗിൾ 150യും മേജർ ആർക്കിലുള്ള ആംഗിൾ 30യും ആണ്. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ ആംഗിൾ പി ക്യു ആർ ഈക്വൽ ടു 100 ഡിഗ്രി. അതായത് പി ക്യു ആർ 100 എന്ന് തന്നിട്ടുണ്ട്. പി ആൻഡ് ക്യു ആർ പോയിന്റ്സ് ഓൺ ദ സർക്കിൾ വിത്ത് സെന്റർ ഒ. സെന്റർ ഒ ആണ്. ഫൈൻഡ് ഒ പി ആർ. ഒ പി ആർ ഈ ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ആംഗിൾ ഒ പി ആർ. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ടേക്ക് എനി പോയിന്റ് എസ് ഓൺ ദ മേജർ ആർക്ക്. മേജർ ആർക്കിൽ നമ്മൾ ഒരു പോയിന്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ പോയിന്റിന് നമ്മൾ ജോയിൻ ചെയ്യുന്നു. അതായത് പി എസും ആർ എസും ജോയിൻ ചെയ്യുന്നു. ആർ എസും ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇത് നമുക്ക് എങ്ങനെ കിട്ടും? അതായത് പി ക്യു ആർ എസ് ഒരു സൈക്ലിക് കോർഡിലേറ്റർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പോയിന്റ് മേജർ ആർക്കിൽ ഒരു പോയിന്റ് എടുത്തത്. എന്നിട്ട് അത് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പി ക്യു ആർ എസ് ഒരു സൈക്ലിക് കോർഡിലേറ്റർ ആണ്. സൈക്ലിക് കോർഡിലേറ്റർ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആയിരിക്കും. അപ്പൊ ഇത് 100 ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 80 എന്നുള്ളത് കിട്ടും. ഇത് 80 ആണെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് ആംഗിൾ സെന്ററിലുള്ള ആംഗിൾ ഇത് 80. അപ്പൊ സെന്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ഇതിന്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ 2 ടൈംസ് പി എസ് ആർ ആയിരിക്കും എന്ത്? പി ഒ ആർ എന്നുള്ളത്. പി ഒ ആറിന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു ട്രയാങ്കിൾ, അതായത് ഈ ട്രയാങ്കിളില് ഈ ഒ പി ഒ ആർ എന്ന് പറയുന്നത് എന്താണ്? ആ ട്രയാങ്കിളിന്റെ റേഡിയസ് ആണ്. റേഡിയസ് ഈക്വൽ ആയിരിക്കും. സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ബേസ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. അതിൽ നിന്നാണ് നമ്മൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നു ടേക്ക് എനി പോയിന്റ് എസ് ഓൺ മേജർ ആർക്ക്. മേജർ ആർക്കിൽ നമ്മൾ ഒരു പോയിന്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ജോയിൻ പി എസ് ആൻഡ് ആർ എസ്. പി എസും ആർ എസും ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ
PQRS. Therefore PQRS is a cyclic quadrilateral കിട്ടി. Cyclic quadrilateral ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഓപ്പോസിറ്റ് ആംഗിൾ, സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ടു 180. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ പറയാം? ആംഗിൾ PQR പ്ലസ് ആംഗിൾ PSR ഈക്വൽ ടു 180. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? PSR ഈക്വൽ ടു PQR 100 എന്ന് തന്നിട്ടുണ്ട്. 180 മൈനസ് 100 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 80 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആംഗിൾ POR, അതായത് സെൻറ്ററിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുന്നു. ഇവിടെ സെൻറ്ററിലുള്ള ആംഗിൾ ഇത് സെയിം സെഗ്മെന്റിൽ വരുന്നതല്ലേ. അപ്പോൾ സെൻറ്ററിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ POR. ആംഗിൾ POR എന്ന് പറയുന്നത് 2 times ആംഗിൾ PSR ആണ്. അപ്പോൾ അതിന് റീസൺ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ arc at the center is double the angle subtended by it at any point എന്ന് എഴുതിയാൽ മതി. ആംഗിൾ subtended by it at any point. അപ്പോൾ അങ്ങനെയാണ് നമുക്കത് ഡബിൾ ആവുന്നത്. അപ്പോൾ POR ഈക്വൽ ടു 2 times PSR ആണ്. അപ്പോൾ ആംഗിൾ POR എന്ന് പറയുന്നത് എത്ര കിട്ടി നമുക്ക്? 2 into 80. PSR എത്രയാണ്? 80. നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് 80 ആയി. അപ്പോൾ 80 എന്നുള്ളത് POR 160 എന്ന് കിട്ടി. ഇനി 160 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ OPR ആണ്. OPR എന്ന് പറയുന്നത്, അപ്പോൾ അതൊരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിൾ POR ആംഗിൾ സം പ്രോപ്പർട്ടി പറയാം നമുക്ക്. അതിനു മുമ്പ് ആംഗിൾ സം പ്രോപ്പർട്ടി പറയുന്നതിന് മുമ്പ് എന്ത് പറയണം? അതായത് OPയും ORഉം റേഡിയസ് ആണ്. OP ഈക്വൽ ടു OR, റേഡിയൈ ഓഫ് സെയിം സർക്കിൾ ആണ്. റേഡിയൈ ആവുമ്പോൾ POR എന്ന് പറയുന്നത് എന്തായി? ഒരു ഐസോസെലസ് ട്രയാങ്കിളായി. OPയും ORഉം ഈക്വൽ ആണെങ്കിൽ ആംഗിൾ എന്താ പറയുക? ആംഗിൾ OPR ഈക്വൽ ടു ആംഗിൾ ORP. അറിയാം, നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ടല്ലോ. അതായത് ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഈക്വൽ ആണ്. ആംഗിൾസ് ഓപ്പോസിറ്റ് ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ എന്ന് പറയാം. അപ്പോൾ അവിടെ ആംഗിൾ ഈക്വൽ ആയി. ഇനി എന്ത് ചെയ്യുക? ആംഗിൾ സം പ്രോപ്പർട്ടി എടുക്കുക. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ്, അതായത് ഇവിടെ നമ്മൾ ഇനി ആംഗിൾ സം പ്രോപ്പർട്ടി, ആ ട്രയാങ്കിൾ PORലെ ആംഗിൾ സം പ്രോപ്പർട്ടി. ഇൻ ട്രയാങ്കിൾ POR നമുക്ക് എങ്ങനെ പറയാം? ആ ആംഗിൾ OPR പ്ലസ് ആംഗിൾ ORP പ്ലസ് ആംഗിൾ POR ഈക്വൽ ടു 180. ഇവിടെ നമ്മൾ OPRഉം ORPയും എന്താണ്? ഈക്വൽ ആണ്. നമുക്ക് കണ്ടുപിടിക്കുന്നത് OPR ആണ്. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആംഗിൾ OPR ഈക്വൽ ടു ആംഗിൾ ORP ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 2 times ആംഗിൾ OPR പ്ലസ് ആംഗിൾ POR ഈക്വൽ ടു 180. POR നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ് POR? 160 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 times ആംഗിൾ OPR പ്ലസ് 160 ഈക്വൽ ടു 180. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? POR ആയതുകൊണ്ട് ആംഗിൾ OPR ഈക്വൽ ടു 180 മൈനസ് 160 എത്രയാണ് കിട്ടുന്നത്? 20. അപ്പോൾ 2 times ആംഗിൾ OPR ആണ് 20. അപ്പോൾ ആംഗിൾ OPR എന്ന് പറയുന്നത് എന്ത് കിട്ടും? 20/2 ഈക്വൽ ടു 10. അപ്പോൾ ആംഗിൾ OPR എന്ന് പറയുന്നത് 10 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആദ്യം ഒരു പോയിന്റ് എടുക്കുന്നു. അപ്പോൾ അത് എസ് എന്ന പോയിന്റ് സർക്കിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതൊരു PQRS, ഒരു സൈക്ലിക് കോർഡിലേറ്റർ കിട്ടും. സൈക്ലിക് കോർഡിലേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ആണെന്ന് പറയാം. 180 ആവുമ്പോൾ ഈ ആംഗിൾ 100 ആണെങ്കിൽ ഈ ആംഗിൾ 80 ആയിരിക്കും. പിന്നെ സെൻറ്ററിലുള്ള ആംഗിൾ ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. അപ്പോൾ ഈ സെൻറ്ററിലുള്ള ആംഗിൾ 160 എന്ന് കിട്ടി. പിന്നെ POR എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ OPOR എന്താണ്? റേഡിയാണ്. റേഡിയ ആയപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ OPR ആണ് കണ്ടുപിടിക്കേണ്ടത്. OPR ഈക്വൽ ടു 10 എന്ന് കിട്ടും.
ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ഇൻ ഫിഗർ ആംഗിൾ എ ബി സി 60 ഡിഗ്രി തന്നിട്ടുണ്ട്, ACB 31 ഡിഗ്രി തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ BDC ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നത് എഴുതുക. ആംഗിൾ ABC ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ ACB ഈക്വൽ ടു 31 ഡിഗ്രി. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ BC എന്നുള്ള സെഗ്മെന്റിൽ നിന്നുള്ള ആംഗിൾസ് ആണ് ആംഗിൾ BACയും അതുപോലെ ആംഗിൾ BDCയും. അപ്പൊ അതെന്ത് നമുക്ക് പറയാം, ഈക്വൽ ആണെന്ന് പറയാം. അതായത് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറി. അപ്പൊ ആദ്യം നമ്മൾ അതാണ് പറയുന്നത്. ആംഗിൾ നമുക്ക് BDC എന്നുള്ള ആംഗിൾ ആണ് കാണേണ്ടത്. അതുകൊണ്ട് ആംഗിൾ BAD ഈക്വൽ ടു ആംഗിൾ BDC. റീസൺ എഴുതുക. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ are equal. Angles in the same segment of a circle are equal. അപ്പോൾ നമുക്ക് ആ രണ്ട് ആംഗിളും ഈക്വൽ ആയി. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ABC, ഈ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് ഏതൊക്കെ ആംഗിൾ അറിയാം? ആംഗിൾ അതായത് ആംഗിൾ ABC 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്, ആംഗിൾ ACB 31 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അതിന്റെ ആംഗിൾ സം പ്രോപ്പർട്ടി എഴുതാം. അതായത് ആംഗിൾ ABC പ്ലസ് ആംഗിൾ ACB പ്ലസ് പിന്നെ എന്താ വരിക, ആംഗിൾ BAC ഈക്വൽ ടു 180 ഡിഗ്രി. നമുക്ക് ഇവിടെ BAC കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? BDC കിട്ടും. അപ്പൊ ഇത് രണ്ടും നമുക്ക് അറിയാം, BAC ഇതിൽ നിന്ന് കിട്ടും. അത് തന്നെയാണ് എന്ത്, ആംഗിൾ BDC. അപ്പോൾ ആംഗിൾ ABC എന്ന് പറയുന്നത് 60 ഡിഗ്രി പ്ലസ് 31 ഡിഗ്രി പ്ലസ് ആംഗിൾ BAC ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ BAC ഈക്വൽ ടു 180 മൈനസ് 91. അപ്പോൾ 180 91 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 89 കിട്ടി. അപ്പോൾ ആംഗിൾ BAC എന്ന് പറയുന്നത് 89 ആണ്. അത് തന്നെയാണ് therefore ആംഗിൾ BDC ഈക്വൽ ടു 89. അതാണ് അതിൻ്റെ ആൻസർ. Question, angle ABC equal to 69, angle ACB equal to 31 ഡിഗ്രി തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ BDC. അപ്പോൾ ഈ BDC എന്നുള്ള ആംഗിളും BAC എന്നുള്ള ആംഗിളും നമ്മൾ നോക്കുകയാണെങ്കിൽ ആംഗിൾസ് ഉണ്ട്. അതായത് BC എന്നുള്ള സെയിം സെഗ്മെന്റിൽ വരുന്ന ആംഗിൾ ആണ്. അപ്പോൾ നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്, ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ BDC. അത് വെച്ചിട്ടാണ്. അപ്പോൾ BAC കിട്ടുകയാണെങ്കിൽ നമുക്ക് BDC കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഗിവൺ എന്താണ്, ആംഗിൾ ABC ഈക്വൽ ടു 69 ഡിഗ്രി, ആംഗിൾ ACB ഈക്വൽ ടു 31 ഡിഗ്രി, ഇത്രയും തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എഴുതുന്നത് ആംഗിൾ BAC ഈക്വൽ ടു ആംഗിൾ BDC. റീസൺ എന്താണ്, ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. അപ്പോൾ റീസൺ കറക്റ്റ് ആയിട്ട് എഴുതുക. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. ഇനി നമുക്ക് എന്ത് കിട്ടണം, BAC കിട്ടണം. BAC കിട്ടണമെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ നോക്കുക. നമ്മൾ ആ ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിൾ അറിയുകയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ട്രയാങ്കിൾ ABCയിൽ നമുക്ക് ആദ്യം ആംഗിൾ സം പ്രോപ്പർട്ടി പറയാം. ആംഗിൾ ABC പ്ലസ് ആംഗിൾ ACB പ്ലസ് ആംഗിൾ BAC ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നമുക്ക് BAC കണ്ടുപിടിക്കണം. ഇത് രണ്ടും എന്താണെന്നുള്ളത് അറിയാം. അതായത് 69 പ്ലസ് 31 പ്ലസ് ആംഗിൾ BAC ഈക്വൽ ടു 180. അപ്പൊ ആംഗിൾ BAC എന്ന് പറയുന്നത് 180 മൈനസ് ഇത് എത്രയാണ്, 100. അപ്പോൾ നമുക്ക് ആംഗിൾ BAC എന്നുള്ളത് 80 ഡിഗ്രി കിട്ടും. ആംഗിൾ BAC 80 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആംഗിൾ therefore ആംഗിൾ BDC ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ അതാണ് നമുക്കതിൽ കണ്ടുപിടിക്കേണ്ടത്. Question, in figure A, B, C and D are 4 points on a circle AC and BD. AC and BD intersect at a point E. Point E such that BEC എന്ന് പറയുന്നത് 130 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ ആംഗിൾ ECD, ഈ ഒരു ട്രയാങ്കിളിന്റെ ECD എന്ന് പറയുന്നത് 20 തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ BAC ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഗിവൺ എഴുതാം.
ആംഗിൾ ബി ഇ സി ഈക്വൽ ടു 130, അതുപോലെ ആംഗിൾ ഇ സി ഡി ഈക്വൽ ടു 20. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ബി എ സി ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബി എ സിയും ബി ഡി സിയും ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്താൽ ആംഗിൾ ബി എ സി ഈക്വൽ ടു ആംഗിൾ ബി ഡി സി. റീസൺ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ എന്ന് പറയാം. അപ്പോൾ അത് നമുക്ക് ഈക്വൽ ആണ്. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇവിടെ ബി ഡി സി എന്നുള്ള ആംഗിൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് തന്നെയായിരിക്കും എന്ത് ബി എ സി. അപ്പോൾ ഈ ബി ഡി സി എന്നുള്ള ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ, അതായത് ഡി ഇ സി എന്നുള്ള ട്രയാങ്കിൾ ഒരു സൈഡ് നമുക്കറിയാം 20 ആണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അതായത് ബി ഇ സിയും സി ഇ ഡിയും എന്താണ്? ലീനിയർ പെയർ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ബി ഇ സി പ്ലസ് ആംഗിൾ സി ഇ ഡി ഈക്വൽ ടു 180. റീസൺ ലീനിയർ പെയർ ആയി. അപ്പൊ ലീനിയർ പെയർ ആവുമ്പോൾ ബി ഇ സി നമുക്ക് ഗിവൺ ആണ്. എത്രയാണ്? 130 പ്ലസ് ആംഗിൾ ഈ സി ഇ ഡി ഈക്വൽ ടു 180. അപ്പോൾ ആംഗിൾ സി ഇ ഡി ഈക്വൽ ടു 180 മൈനസ് 130 ഇറ്റ് ഈസ് ഈക്വൽ ടു 50. 130 മൈനസ് 180. അപ്പോൾ ഇവിടെ 180 മൈനസ് 130 50 എന്നുള്ളത് കിട്ടി. സി ഇ ഡി അതായത് ഈ ആംഗിൾ ആണ് നമുക്ക് ഇപ്പൊ എത്ര കിട്ടിയത്? 50 എന്ന് കിട്ടി. അപ്പൊ ഇൻ ട്രയാങ്കിൾ ഡി ഇ സിയിൽ നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി പറയാം. ഡി ഇ സിയിൽ എങ്ങനെ വരും ആംഗിൾ? ആംഗിൾ ഇ ഡി സി അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡി കിട്ടണം അല്ലെ? ആംഗിൾ ഇ ഡി സി പ്ലസ് ആംഗിൾ ഡി ഇ സി പ്ലസ് ആംഗിൾ ഡി സി ഇ ഈക്വൽ ടു 180. അപ്പോൾ ഇത് രണ്ടും നമുക്കറിയാം. ഡി ഇ സി എത്രയാണ്? 50. ഇത് 50 ആണ്. ഡി സി ഇ എന്ന് പറയുന്നത് 20 ആണ്. ഈക്വൽ ടു 180. ആംഗിൾ ഇ ഡി സി ആണ് കാണുന്നത്. ഇ ഡി സി എന്ന് പറയുന്നത് എത്ര കിട്ടും നമുക്ക്? ആംഗിൾ ഇ ഡി സി ഈക്വൽ ടു ഇവിടെ 70. 180 മൈനസ് 70. 180 മൈനസ് 70 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്? 110 അല്ലേ? 110 കിട്ടി. അതായത് ഇ ഡി സി എന്ന് പറയുന്നത് 110. അപ്പോൾ ഈ ആംഗിൾ ആണ് നമുക്ക് 110 എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആംഗിൾ therefore ആംഗിൾ ബി ഡി സി ഈക്വൽ ടു 110. ബി ഡി സി 110 ആണെങ്കിൽ ബി എ സി ഈക്വൽ ടു 110. അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബി എ സി എന്നുള്ളത് 110 എന്ന് കിട്ടി നമുക്ക്. ഫൈൻഡ് ആംഗിൾ ബി എ സി. അപ്പോൾ ഇതിൽ ഇത്രയും ഓർമ്മിക്കേണ്ടതുള്ളൂ. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ. പിന്നെ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ ആംഗിൾ സം പ്രോപ്പർട്ടി കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഈ ആംഗിൾ കിട്ടും. അപ്പോൾ ആംഗിൾ ബി ഡി സി എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? ആംഗിൾ ബി എ സി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക.